ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫിസിക്സിൻ്റെ 8th ചാപ്റ്റർ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാഗ്നറ്റിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് രണ്ട് ഫോമാണ്, സ്റ്റാറ്റിക് ആൻഡ് കറണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും കറണ്ട് ഇലക്ട്രിസിറ്റിയും. ഇതിൽ ഫസ്റ്റ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. റെസ്റ്റിലിരിക്കുന്ന ചാർജസിനെ കുറിച്ചാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വരുന്നത്. ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണ്? പേര് പോലെ തന്നെ ചാർജസ് ഇൻ മോഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു ബ്രാഞ്ചിൽ വരുന്നതാണ് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ പല എക്സ്പീരിയൻസുകളിലും നമ്മൾ എന്താണ് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാണുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊച്ചുകുട്ടികൾ ഒരു സ്കെയിൽ വെച്ചിട്ട് എന്താണ് ഓയിലി അല്ലാതെ കിടക്കുന്ന ഹെയർ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് സ്മോൾ പീസസ് ഓഫ് പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്, എങ്ങനെയാണ് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത്? സ്റ്റാറ്റിക് ചാർജസ് കൊണ്ടാണത് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിഫോർ റബ്ബിങ് എന്താണ്, അത് ന്യൂട്രലാണ്, ന്യൂട്രൽ സ്റ്റേറ്റിലാണ്. എന്നാൽ നമ്മൾ അതിനെ നന്നായി റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഹെയറും അതേപോലെ തന്നെ ഈ ഒരു സ്കെയിലും തമ്മിൽ എന്താണ് ചാർജിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ചാർജിൻ്റെ ട്രാൻസ്ഫർ മീൻസ് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഏതിലേക്കാണോ ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്നത് അതെന്തായിട്ട് മാറും? അത് നെഗറ്റീവ്ലി ചാർജ്ഡായിട്ട് മാറും. ഏതിൽ നിന്നാണോ ഇലക്ട്രോൺ ലൂസ് ചെയ്ത് പോകുന്നത് അതെന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജായിട്ട് മാറും. സോ ഇങ്ങനെ റബ്ബിങ് കൊണ്ട് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ട് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് ചാർജുകൾ എന്ന് പറയുന്നത്. ആ സ്റ്റാറ്റിക് ചാർജുകൾക്ക് ഫ്ലോ ചെയ്യാനുള്ള കഴിവില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അത് വളരെ ടെമ്പററി ആണ്. കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ ചാർജ് അവിടെ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അതിൻ്റെ ഒരു ഇഫക്റ്റ് നള്ളിഫൈഡ് ആയി പോകും. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ചാർജ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്റ്റിലിരിക്കുന്ന ആ ഒരു ചാർജാണ് സ്റ്റാറ്റിക് ചാർജസ് എന്ന് പറയുന്നത്. അത് റബ്ബിങ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ്? ഇഫ് ദ ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് റിമെയിൻസ് അറ്റ് ദ സെയിം പ്ലേസ് ഇൻ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ചാർജസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ചാർജ് അതേ പ്ലേസിൽ തന്നെ നിൽക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ചാർജസ്. എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്ത്? ഫ്രിക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ റബ്ബിങ് കൊണ്ട്. അപ്പോൾ വെൻ സർട്ടൻ ബോഡീസ് ആർ റബ്ഡ് ഈച്ച് അതർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്. ദിസ് ഈസ് കോൾഡ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്ലാസ് റോഡ്, ഒരു ഗ്ലാസിൻ്റെ റോഡ്, ഒരു ചെറിയ ഒരു പീസ് ഓഫ് ഗ്ലാസ് റോഡും ഒരു സിൽക്കിൻ്റെ പീസും കൂടെ തമ്മിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറും? ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ ലൂസ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ ലൂസ് ചെയ്യുവാണ്. ആർക്കാണോ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത് അവരെന്തായിട്ട് മാറും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. ഇനി സിൽക്കിന് എന്താ സംഭവിക്കുക? സിൽക്കിന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണ്. ഇലക്ട്രോണിനെ നേടുന്നവരാരാണോ അവരെന്ത് ചാർജായിട്ട് മാറും? നെഗറ്റീവ് ചാർജായിട്ട് മാറും. സോ ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആകാൻ കാരണം എന്താണ്? ഗ്ലാസ് റോഡ് ലൂസസ് ഇലക്ട്രോണ്. ഓക്കെ ആണല്ലോ. ഇനി സിൽക്ക് നെഗറ്റീവ് ആകാൻ കാരണം എന്താണ്? സിൽക്ക് ഗെയിൻസ് ഇലക്ട്രോണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സിൽക്കിന് ഇലക്ട്രോണിനെ നേടുന്നു, ഗ്ലാസ് റോഡ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഒരു എബണൈറ്റും വൂളും തമ്മിൽ റബ്ബ് ചെയ്യുന്നു. ഒരു എബണൈറ്റും വൂളും തമ്മിൽ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ എബണൈറ്റും വൂളും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ എബണൈറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡും വൂള് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടാണ് മാറുന്നത്. ബിക്കോസ് വൂളിനാണ് എന്ത് സംഭവിക്കുന്നത്? വൂളിനാണ് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നത്. അപ്പോൾ വൂളിന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് വൂൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നു. എബണൈറ്റിന് എന്താ സംഭവിക്കുക? എബണൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇലക്ട്രോണിനെ കിട്ടുന്ന എബണൈറ്റ് എന്തായിട്ട് മാറും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇലക്ട്രിക് ചാർജുകൾക്ക് പൊതുവെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ്. ചാർജസ് എന്ന് പറയുമ്പോൾ അഡിക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. സിമ്പിളാണ്. അതായത് ഒരു 10 ചാർജസ് ഉണ്ട്, Q1 Q2 Q3 Q4 അങ്ങനെ ഒരു Q10 വരെ 10 ചാർജസ് ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q ആണെങ്കിൽ ഓരോ ചെറിയ ചാർജുകളെയും Q1 Q2 അങ്ങനെ എടുക്കുകയാണെങ്കിൽ Q10 വരെ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് Q4 പ്ലസ് എക്സെട്ര പ്ലസ് Q10 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സിംപിളി പറഞ്ഞാൽ എന്താണ്? ചാർജസ് അഡിക്റ്റീവ് ആയിരിക്കും. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ സിംഗിളായിട്ടുള്ള എല്ലാ ചാർജുകളുടെയും കൂടെ സം എടുത്താൽ മതി. ദെൻ കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പഠിച്ചില്ലേ? എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ചാർജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഇതിനെ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സോ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിരിക്കും. ഇനി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയുടെ നമ്മൾ ക്വാണ്ടൈസേഷൻ പഠിച്ചില്ലേ? എനർജി എന്ന് പറഞ്ഞാൽ സ്മോൾ പാക്കറ്റ് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. E ഈസ് ഈക്വൽ ടു H ന്യൂ നമ്മൾ പഠിച്ചില്ലേ? NH
hν ഓരോ എനർജി പാക്കറ്റുകളായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് 1.6 × 10⁻⁻19 കൂളോം ആണ്. അപ്പോൾ Q എന്ന് പറയുന്നത് എപ്പോഴും പ്ലസ് ഓർ മൈനസ് NE ആയിരിക്കും. വേർ N എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റിജർ ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ചാർജ് ഈസ് അൺഅഫക്റ്റഡ് ബൈ മോഷൻ. അപ്പോൾ റെസ്റ്റിലാണെങ്കിലോ അല്ലെങ്കിൽ മോഷനിലാണെങ്കിലോ ചാർജ് എന്ന് പറയുന്നത് മാറത്തില്ല. ചാർജ് സെയിം ആയിട്ട് തന്നെ നിൽക്കും. മോഷൻ അതിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ചാർജ്ഡ് ബോഡീസ് അട്രാക്ട് അൺചാർജ്ഡ് ബോഡീസ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു. ചാർജ്ഡ് ബോഡീസ് എന്ത് ചെയ്യും, അൺചാർജ്ഡ് ബോഡീസിനെ അട്രാക്ട് ചെയ്യും. ദെൻ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. നമ്മൾ മാഗ്നറ്റിൽ പഠിച്ച പോലെ തന്നെ സെയിം പോളുകൾ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് പോളുകൾ അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരേപോലുള്ള ചാർജസ്, ഒരു പ്ലസ് ക്യൂവും ഒരു പ്ലസ് ക്യൂ ചാർജും തമ്മിൽ എന്താണ്, റിപ്പൾഷൻ ആണ്. ഒരു പ്ലസ് ക്യൂ ചാർജും ഒരു മൈനസ് ക്യൂ ചാർജും തമ്മിൽ എന്താ നടക്കുക, മൈനസ് ക്യൂ ചാർജും തമ്മിൽ എന്തായിരിക്കും നടക്കുക, അട്രാക്ഷൻ ആയിരിക്കും നടക്കുക. ഇപ്പോൾ പ്ലസ് ക്യൂവും തമ്മിൽ റിപ്പൽ ചെയ്യും, പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും തമ്മിൽ അട്രാക്ട് ചെയ്യും. ദെൻ ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, ഇതിന് ഡയറക്ഷൻ ഇല്ല. ഇനി യൂണിറ്റ് ഓഫ് ചാർജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്, കുളോം ആയിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ C. ഓക്കെ ആണല്ലോ, ചാർജിന്റെ യൂണിറ്റ് കുളോം ആണ്. അപ്പോൾ ഇത്രയുമാണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ചാർജിങ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ചാർജിങ്. മെയിൻലി ചാർജിങ്ങിന് 3 മെത്തേഡ്സ് ആണ്. 3 രീതിയിൽ മെയിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയാം ചാർജിങ് ബൈ കണ്ടക്ഷൻ, ദെൻ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഓർ റബ്ബിങ്, ദെൻ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ചാർജിങ് ബൈ കണ്ടക്ഷൻ, പേര് പോലെ തന്നെ കണ്ടക്ട് ചെയ്യുവാണ് അല്ലെ, കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഈ ഒരു കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ കോണ്ടാക്ട് ഓഫ് എ ചാർജ്ഡ് ഒബ്ജക്റ്റ് വിത്ത് ന്യൂട്രൽ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ന്യൂട്രൽ ആയിട്ടിരിക്കുന്നത്, ദാറ്റ് മീൻസ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ്. ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ന്യൂട്രൽ അവസ്ഥയിലാണ് അല്ലേ. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിലേക്ക് വന്ന് നമ്മളൊരു ചാർജ്ഡ് ഒബ്ജക്റ്റിനെ വെച്ച് ടച്ച് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം. അപ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു റോഡിനെ ന്യൂട്രൽ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്ന് ടച്ച് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡിലാണ്. ഈ ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ നമ്മുടെ ന്യൂട്രൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിലേക്ക് ഒരു ചാർജ്ഡ് റോഡിനെ കൊണ്ടുവന്ന്, ഫോർ എക്സാമ്പിൾ ഒരു ചാർജ്ഡ് ഗ്ലാസ് റോഡിനെ കൊണ്ടുവരുന്നത്. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് റോഡാണ്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് റോഡാണ്. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് റോഡിനെ സ്റ്റാൻഡിലിരിക്കുന്ന നമ്മളുടെ ന്യൂട്രൽ ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഇത് ആദ്യം ന്യൂട്രൽ സ്റ്റേറ്റിലായിരുന്നു, ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റ് ഇതിലേക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ നമ്മൾ ചാർജ് ചെയ്യിപ്പിക്കുന്നത് എന്തിനെയായിരിക്കും, കൂടുതലായിട്ടും കണ്ടക്ടേഴ്സിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ദെൻ ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ചാർജിങ് ബൈ റബ്ബിങ് നമ്മൾ പഠിച്ചല്ലോ. വെൻ ടു അൺചാർജ്ഡ് ഒബ്ജക്ട്സ് ആർ റബ്ഡ് ഈച്ച് അതർ, ബോത്ത് ഒബ്ജക്ട്സ് ഗെറ്റ് ഇലക്ട്രിഫൈഡ് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. രണ്ടും അൺചാർജ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക, രണ്ടും ന്യൂട്രൽ അവസ്ഥയിലാണ്. അവരെ തമ്മിൽ റബ്ബ് ചെയ്യിപ്പിക്കുന്നു, ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഇലക്ട്രോണ് ട്രാൻസ്ഫർ ചെയ്യും. പോകുന്നത് ഏതാണോ അത് പോസിറ്റീവ് ആകും, ഏതിനാണോ കിട്ടുന്നത് നെഗറ്റീവ് ആകും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ് ഗ്ലാസ് റോഡ് സിൽക്ക്, ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആകും, സിൽക്ക് നെഗറ്റീവ് ആകും. ഓക്കെ ആണല്ലോ. ദെൻ ചാർജിങ് ബൈ ഇൻഡക്ഷൻ, പേര് പോലെ തന്നെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ടച്ച് ചെയ്യത്തില്ല. ഓർത്തിരിക്കുക, ചാർജിങ് വിത്തൗട്ട് കോണ്ടാക്റ്റ് ആണ്. ഇവിടെ കോണ്ടാക്റ്റ് ഇല്ല. കണ്ടക്ഷനിൽ കോണ്ടാക്റ്റ് ഉണ്ട്, റബ്ബിങ്ങിലും കോണ്ടാക്റ്റ് ഉണ്ട്. എന്നാൽ ഇൻഡക്ഷനിൽ എന്താണ്, ചാർജിങ് വിത്തൗട്ട് കോണ്ടാക്റ്റ് ആയിരിക്കും. ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഇൻ എ മെറ്റീരിയൽ ബൈ ബ്രിങ്ങിങ് എ ഇലക്ട്രിക്കലി ചാർജ്ഡ് മെറ്റീരിയൽ നിയർ ഇറ്റ്, ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതിനെ വിളിക്കുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ കൊണ്ടുവന്നിട്ട് എന്താണ്, നമ്മളൊരു ന്യൂട്രൽ ഒബ്ജക്റ്റിലേക്ക് ടച്ച് ചെയ്യിപ്പിച്ചാൽ അത് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആകും. ഇത് നമ്മൾ ടച്ച് ചെയ്യിപ്പിക്കുന്നില്ല, അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് വെക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ ഈ ചാർജ്ഡ് ഒബ്ജക്റ്റിനെ ന്യൂട്രൽ ഒബ്ജക്റ്റിനെ വളരെ അടുത്തായിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യത്തേ ഉള്ളൂ. പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഇൻഡക്ഷൻ കൊണ്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള റോഡാണ്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡാണ്. നമ്മളൊരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിനെ, ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്തേക്ക്
ഞാനൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡിനെ കൊണ്ടുവന്നു. ഇതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇതിനെ തൊട്ടടുത്ത് കൊണ്ട് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ന്യൂട്രൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോണും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോണുമാണ്. സോ ഇതിനുള്ളിലുള്ള ഇലക്ട്രോണുകൾ എല്ലാം എന്ത് സംഭവിക്കും? ഈ അടുത്തേക്ക് വന്നത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അതിനുള്ളിലുള്ള ഇലക്ട്രോൺ എല്ലാം നെഗറ്റീവ് തമ്മിൽ റിപ്പൽ ചെയ്യും. സോ റിപ്പൽ ചെയ്ത് ഈ ഒരു സ്പിയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി നിൽക്കും. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി അക്യൂമുലേറ്റ് ചെയ്യുന്നു. ഇനി പോസിറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യും? അടുത്ത് വന്നത് നെഗറ്റീവ് ചാർജ് ആണ്. സോ പോസിറ്റീവ് ചാർജുകൾ, ഈ സ്പിയറിനുള്ളിലെ പോസിറ്റീവ് ചാർജുകൾ ഈ ഒരു നിയറർ എൻഡിലേക്ക് അട്രാക്റ്റഡ് ആയി അതിനടുത്ത് പോയി നിൽക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് ചാർജും വന്ന് നിൽക്കും. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു എൻഡ് പോസിറ്റീവ് ആകും, ഈ ഒരു എൻഡ് നെഗറ്റീവ് ആകും. ഇനി ഈ ഒരു നെഗറ്റീവ് എൻഡിനെ ഞാനൊന്ന് എർത്ത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടിങ് ആണ് അല്ലേ? നമ്മൾ അതിൻ്റെ ആ ഒരു പാർട്ടിനെ ഒരു മെറ്റാലിക് വയർ വെച്ചിട്ട് എർത്തിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എർത്ത് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. എത്രമാത്രം ഇലക്ട്രോണിനെ വേണമെങ്കിലും അതിനെ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു സൈഡിനെ നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജുകൾ ഈ ഒരു മെറ്റൽ വയറിലൂടെ ഫ്ലോ ചെയ്ത് എങ്ങോട്ട് പോകും? ഗ്രൗണ്ടിലേക്ക് പോകും. ഓക്കെ ആണല്ലോ? സോ നെഗറ്റീവ് ചാർജുകൾ ഫുൾ പോയി. നെഗറ്റീവ് ചാർജ് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എർത്തിങ് റിമൂവ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ ഒരു എർത്തിങ് റിമൂവ് ചെയ്യാം. നെഗറ്റീവ് ചാർജുകൾ പോയി. അതിന് ശേഷം എന്താണ്? ഉള്ള പോസിറ്റീവ് ചാർജുകൾ അങ്ങ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസ് റോഡിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ചാർജ്ഡ് റോഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യം ന്യൂട്രൽ ആയിട്ടിരുന്ന ഒബ്ജക്റ്റ് ചാർജ്ഡ് ആയിട്ട് മാറി. അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ആയിട്ട് നമുക്ക് കിട്ടി. പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ആയിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ? ഇതേപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് ചാർജാണ് കൊണ്ടിരുന്നതെങ്കിൽ നമുക്കൊരു നെഗറ്റീവ്ലി ചാർജ് സ്പിയർ ആക്കി മാറ്റാൻ പറ്റും. അപ്പം ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് കോണ്ടാക്റ്റ് വരാതെ തന്നെ അടുത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ചാർജ്ഡ് ആയിട്ട് മാറുക. ചാർജിങ് വിത്തൗട്ട് കോണ്ടാക്റ്റ് ആണ്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഈ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എർത്തിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ഷെയറിങ് ദ ചാർജസ് വിത്ത് എർത്ത് അല്ലേ? എർത്തുമായിട്ട് ചാർജിനെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് എർത്തിങ് എന്ന് പറയുന്നത്. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ് അല്ലേ? എത്രമാത്രം എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടോ അതെല്ലാം എങ്ങോട്ട് പൊക്കോളും? ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് പൊക്കോളും? എർത്തിലോട്ട് പൊക്കോളും. സോ എർത്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ എല്ലാം റിസീവ് ചെയ്യും. ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ദ ചാർജസ് വിത്ത് ദ എർത്ത് ഈസ് കോൾഡ് എർത്തിങ്. എർത്തിൻ്റെ ഒരു സിമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കണ്ടാൽ അത് എർത്തിങ് ആണ് കാണിക്കുന്നത്. ദിസ് ഈസ് എ സേഫ്റ്റി മെഷർ ഫോർ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആൻഡ് സർക്യൂട്ട് അല്ലേ? ഒരു സർക്യൂട്ടിനെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെയും അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളുകളെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സേഫ്റ്റി മെഷറാണ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിലൊക്കെ എർത്തിങ് കാണാറുണ്ടല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ 3 പിൻ പ്ലഗ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 3 പിൻ പ്ലഗിൽ ഒരു വലിയ പിൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വലിയ പിൻ എന്ന് പറഞ്ഞാൽ എർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എർത്തിങ്ങിനായിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു വലിയ തിക്കായിട്ടുള്ള ഒരു മെറ്റാലിക് റോഡിനെ നമ്മൾ ഡീപ്പിലേക്ക് കുഴിച്ചിടും. വെരി ഡീപ്പ് ഇൻ ടു ദ എർത്ത് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ വളരെ താഴേക്ക് നമ്മൾ കുഴിച്ചിടാറുണ്ട്. ഒരു വലിയ തിക്കായിട്ടുള്ള മെറ്റാലിക് റോഡ് അല്ലേ? അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു തിക്ക് വയർ ഉണ്ടായിരിക്കും, ഒരു തിക്ക് മെറ്റാലിക് വയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മെറ്റാലിക് വയറാണ് നമ്മളുടെ മെയിൻ സപ്ലൈയിൽ നിന്നും ഈ ഒരു എർത്തിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ആ എർത്ത് വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു മെറ്റാലിക് റോഡ്, നമ്മൾ ആ എർത്തിൽ ഒരു മെറ്റാലിക് റോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതും നമ്മളുടെ ഈ മെയിൻ സപ്ലൈയിലേക്ക് പോയിരിക്കുന്ന എർത്ത് വയറും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ടിങ്, ഓവർലോഡിങ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് എക്സസ് ആയിട്ട് കറണ്ട് കയറി വരുവാണെങ്കിൽ ഡിവൈസുകളെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ എർത്തിങ് കൊടുക്കുന്നത്. ഈ എക്സസ് കറണ്ട് നമ്മളുടെ എർത്ത് വയർ വഴി എന്ത് സംഭവിക്കും? എർത്തിലേക്ക് അങ്ങ് പോകും. അത് എർത്തുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയും അതേപോലെ തന്നെ നമ്മുടെ എൻറ്റയർ സർക്യൂട്ടിനെയും അപ്ലയൻസസിനെയും എല്ലാം ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എർത്തിങ്ങിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ 3 വയേഴ്സ് ആണ് വരുന്നത്. നമുക്കറിയാം ലൈവ്, ന്യൂട്രൽ, അതേപോലെ തന്നെ എന്താണ് എർത്ത് ആണ് അല്ലേ? ഈ 3 വയേഴ്സ് ആണ് നമ്മളുടെ ഡൊമസ്റ്റിക് സർക്യൂട്ട്സിലുള്ളത്. ഇതിൽ ലൈവ്, ന്യൂട്രൽ എന്ന് പറയുന്ന 2 എണ്ണം നമ്മളുടെ പവർ സ്റ്റേഷനിൽ നിന്നും വരുന്ന കറണ്ട് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന പവർ സ്റ്റേഷനിൽ നിന്നും വരുന്ന 2 വയേഴ്സ് ആണ് ലൈവ് ആൻഡ് ന്യൂട്രൽ. പിന്നെ എർത്താണ് നമ്മൾ വീട്ടിൽ അല്ലാതെ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു എർത്ത് വയർ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, സർക്യൂട്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നതാണ് എർത്ത് വയർ. ഓക്കെ ആണല്ലോ? പിന്നെ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ചാർജസ് ഒക്കെ പറഞ്ഞല്ലേ? അപ്പോൾ ഈ ചാർജസിന്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ അപ്പാരറ്റസ് ആണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോസ്കോപ്പിന്റെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു വെർട്ടിക്കൽ മെറ്റൽ റോഡ് കാണും. ഓക്കെ, ഇതൊരു ഫുൾ ഒരു എൻറ്റയർ ഗ്ലാസ് അപ്പാരറ്റസിനുള്ളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ മെറ്റൽ റോഡ്. അപ്പോൾ ആ വെർട്ടിക്കൽ മെറ്റൽ റോഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ വെർട്ടിക്കൽ മെറ്റൽ റോഡിൻ്റെ എൻഡിലായിട്ട് വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ചാർജ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അപ്പാരറ്റസിനെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് റോഡ് ഇതിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് കൊണ്ട് ഈ ഒരു മെറ്റാലിക് റോഡിൻ്റെ എൻഡിൽ വന്നൊന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടച്ച് ചെയ്യുമ്പോൾ ഇവിടെയെല്ലാം പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ ചാർജിങ് മെത്തേഡ് പഠിച്ചില്ലേ? അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ പോസിറ്റീവ് ചാർജുകൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് മെറ്റാലിക് റോഡ് ആയതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജുകൾ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ഗോൾഡ് ഫോയിലിൽ എത്തുമ്പോഴത്തേക്ക് അത് ഡൈവേർജ്ഡ് ആകും. ഓക്കെ ആണോ? അപ്പോൾ ഈ ഗോൾഡ് ഫോയിലിലേക്ക് ഈ ചാർജ് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇത് ഡൈവേർജ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഡൈവേർജ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഡൈവേർജ് ചെയ്താൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ചാർജ് ഉണ്ട് എന്നാണ് അല്ലേ? അപ്പോൾ ചാർജിൻ്റെ പ്രസൻസ് ആണ് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ചാർജിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ആ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് ഓഫ് ദ തിൻ ഗോൾഡ് ഫോയിൽ അതാണ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് ചാർജ്. ഒരുപാട് ചാർജ് ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് ഡൈവേർജ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി എമൗണ്ട് ഓഫ് ചാർജ് എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ? ദെൻ ലൈറ്റ്നിങ് ആൻഡ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ്. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് നമുക്കറിയാം, വലിയ ബിൽഡിങ്ങുകളെയൊക്കെ ലൈറ്റ്നിങ്ങിൻ്റെ എഫക്ട്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു വളരെ ഷാർപ്പ് പോയിന്റഡ് എഡ്ജുള്ള ഒരു മെറ്റാലിക് ഡിവൈസ് ആണ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സിനെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഈ ഒരു ക്ലൗഡിൽ, ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് ക്ലൗഡിൽ ഒരു ചാർജ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു എൻറ്റയർ ചാർജ്, അതിൻ്റെ ഉള്ളിൽ ഒരു വലിയതായിട്ടൊരു ചാർജ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഇൻഡക്ഷൻ കാരണം, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പഠിച്ചില്ലേ? അപ്പോൾ ആ ഒരു ഇൻഡക്ഷൻ കാരണം ഈ ഒരു മെറ്റാലിക് പ്ലേറ്റിൻ്റെ ടിപ്പിലായിട്ട്, ആ ഷാർപ്പ് എഡ്ജിലായിട്ട് എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സിൻ്റെ അതർ എൻഡ് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്ന എർത്തുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സസ് ചാർജ് എങ്ങോട്ട് പോകും? ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എർത്തിലേക്ക് പോയിട്ട് ന്യൂട്രലൈസ് ആകും. അപ്പോൾ അങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഡിവൈസ് ആണ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ്. ഇനി ലൈറ്റ്നിങ് എന്താ നമുക്കറിയാമല്ലോ? ഇലക്ട്രിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ചാർജ്ഡ് ക്ലൗഡ്സ് ഓർ ക്ലൗഡ്സ് ആൻഡ് എർത്ത്. അപ്പോൾ ചാർജ്ഡ് ക്ലൗഡ്സ് തമ്മിലോ അല്ലെങ്കിൽ ചാർജ്ഡ് ക്ലൗഡ്സും എർത്തും തമ്മിലോ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്നതാണ് ലൈറ്റ്നിങ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ലൈറ്റ്നിങ്. ഈ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന ഒരുപാട് ഡാമേജസ് ഉണ്ടല്ലേ? അപ്പോൾ അതിൽ നിന്നും ബിൽഡിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു പ്രൊട്ടക്റ്റ് ബിൽഡിങ്സ് ഫ്രം ദ ഡാമേജിങ് എഫക്റ്റ് ഓഫ് ലൈറ്റ്നിങ്. വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ? ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ക്ലൗഡ്സിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ചാർജസ് വരികയാണെങ്കിൽ ഈ ഒരു ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷാർപ്പ് എഡ്ജ് ആണ്. അപ്പോൾ ഈ ഒരു ഷാർപ്പ് എഡ്ജിൽ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജുകൾ ഇൻഡ്യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ അതർ എൻഡിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എർത്തുമായിട്ടാണ്. അപ്പോൾ എർത്ത് എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജുകളെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്തോളും. അങ്ങനെ എന്താണ്? ഈ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ എഫക്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആകും ബിൽഡിങ്ങുകൾ. അപ്പോൾ അതാണ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ പറഞ്ഞു കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജസ് ഇൻ മോഷൻ ആണ് അല്ലേ? അപ്പോൾ മൂവ്മെന്റിലുള്ള ചാർജസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ഫ്രം വൺ സെക്ഷൻ ഓഫ് ദ സർക്യൂട്ട് ടു അതർ അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എങ്ങനെയാണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിക് ചാർജസ് ഒരു പ്ലേസിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിന്റെ ഒരു സെക്ഷനിൽ നിന്നും മറ്റൊരു പാർട്ടിലേക്ക് എന്താണ്? ചാർജുകൾ മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? ഇലക്ട്രോണുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അത് പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ അടുത്തേക്കായിരിക്കും നീങ്ങുക അല്ലേ? അപ്പോൾ പോസിറ്റീവിലേക്കായിരിക്കും, പോസിറ്റീവ് എൻഡ് ഓഫ് ദ റോഡിലേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയാണ്? ആക്ച്വലി ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്ന നെഗറ്റീവ് എൻഡിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്കാണ്. എന്നാൽ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോണുകളാണ്, ചാർജുകളുടെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ദാറ്റ് ഈസ് Q/T. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ആണ്. Q ചാർജ് ആണ്. T എന്താണ്? ടൈം ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? കുളോം ആണ് യൂണിറ്റ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോൾ കുളോം പെർ സെക്കൻഡ് എന്ന യൂണിറ്റ് പറയാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന I കൊണ്ടാണ്, ക്യാപിറ്റൽ I കൊണ്ടാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ഓക്കെ ആണല്ലോ? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ഇനി
ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോയ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ, ഓംസ് ലോയ്. എന്താണ് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് അല്ലേ. അവിടുത്തെ കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം അല്ലേ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ രണ്ട് എൻഡ്, അപ്പോൾ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്ത് പോകുമ്പോൾ ആ കണ്ടക്ടറിന്റെ ഏത് രണ്ട് എൻഡ് എടുത്താലും അല്ലെങ്കിൽ ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു കണ്ടക്ടറാണ്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിനെ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എക്സ്റ്റേണൽ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏത് രണ്ട് പോയിന്റ് എടുത്താലും, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് എടുത്താൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ വി കൊണ്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. കറണ്ട് ഐ ആണ്, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് കോൺസ്റ്റന്റ് വരുന്ന ആർ ആണ്. വേർ ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ആർ റെസിസ്റ്റൻസ് ആണ്. ആറിനെ നമ്മൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓം. ഓം ആണ് ആറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ വി ഈസ് ഈക്വൽ ടു ആർ ഐ, അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ഐ. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? വി ബൈ ഐ ആണ്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, ഇവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് ഉള്ളതാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓംസ് ലോയുടെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. Then what are the factors affecting resistance? Mainly 4 factors ആണ്. First, nature of the material, length of the conductor, cross sectional area of the conductor and temperature. അപ്പോൾ ഇത്രയുമാണ് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് പഠിക്കുക. ഫസ്റ്റ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നേച്ചർ നമുക്കറിയാം. കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇൻസുലേറ്റേഴ്സും ഉണ്ട്, കണ്ടക്ടേഴ്സും ഉണ്ട്, സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഡു നോട്ട് അലൗ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ഇറ്റ്. ഇലക്ട്രിസിറ്റിയുടെ പസേജിനെ അലൗ ചെയ്യാത്ത മെറ്റീരിയലുകളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്ററുകളുടെ പ്രത്യേകത എന്താണ്? അവർ ഇലക്ട്രിസിറ്റി കടത്തി വിടത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് അവരൊരു ലാർജ് റെസിസ്റ്റൻസ് ആയിരിക്കും കൊടുക്കുക. വാട്ട് ഈസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒബ്ജക്റ്റുകൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ മോഷനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്ററുകളുടെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അവർ കറണ്ട് ഫ്ലോയ്ക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും. നന്നായിട്ട് അവർ റെസിസ്റ്റ് ചെയ്യുന്നവരാണ്. സോ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എങ്ങനെയാണ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇൻസുലേറ്ററുകൾക്ക് റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും, കണ്ടക്ടറുകളുടെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മളൊരു കോപ്പർ വയർ എടുത്താൽ അതിലൂടെ നന്നായിട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. ബിക്കോസ് കോപ്പർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പോൾ കോപ്പർ, അലൂമിനിയം എന്നൊക്കെ പറയുന്നത് എന്താണ്? കണ്ടക്ടറുകളാണ്. കണ്ടക്ടറുകൾ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ഇനി ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇപ്പോൾ സേ ദിസ് ഇസ് എ കണ്ടക്ടർ. അപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കണ്ടക്ടിങ് റോഡിൻ്റെ ലെങ്ത്തിന് റെസിസ്റ്റൻസിൽ വലിയ റോളുണ്ട്. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇത്രയും നീളമുള്ള ഒരു കണ്ടക്ടിങ് റോഡ് എടുത്താൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയുള്ള ഒരു ചെറിയ കണ്ടക്ടിങ് റോഡ് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു കോപ്പർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഷോർട്ടായിട്ടുള്ള കോപ്പറിൻ്റെ വയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഓഫർ ചെയ്യുന്ന ഈ ഷോർട്ട് വയർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ലോങ് വയർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടക്ടറിനെ നേരെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ വരുന്ന ഒരു സർക്കുലർ ക്യാപ്പ് പോലില്ലേ. ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അതുമായിട്ട് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് ഒരുപാട് തിക്കായിട്ടുള്ള വയർ ആണെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറവാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ആണല്ലോ. ഫോർത്ത് പോയിന്റ് എന്താണ്? ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറുമായിട്ടും ഇതിനൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? വയറിനെ ഹീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ കോയിലിനെ അല്ലെങ്കിൽ ആ ഒരു വയറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദീസ് ആർ ദ 4 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ദെൻ
ടെമ്പറേച്ചർ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എല്ലും ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/a ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കൊണ്ട് നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നുണ്ട്, അതാണ് റോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആർ ഇസിക്കൽ ടു റോ ഇൻറ്റു L/A, വേർ റോ ഈസ് കോൾഡ്, ഈ റോ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആയിരിക്കും റോ എന്ന് പറയുന്നത്. സപ്പോസ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് 1, ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്, 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ക്രോസ് സെക്ഷണൽ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ലെങ്ത് 1 മീറ്ററും ക്രോസ് സെക്ഷണൽ ഏരിയ 1 മീറ്റർ സ്ക്വയറും ആണെന്ന് വിചാരിക്കുക. ലെങ്ത്തും ഏരിയയും യൂണിറ്റി ആണെന്ന് വിചാരിക്കുക. സോ എൽ അങ്ങ് 1 ആയിപ്പോയി, എയും 1 ആയിപ്പോയി. ദെൻ ആർ എന്തായിട്ട് മാറും? ആർ ഇസ് ഈക്വൽ ടു റോ ആയിട്ട് മാറും. ആർ ഇസ് ഈക്വൽ ടു റോ ആയിട്ട് മാറും, അല്ലെങ്കിൽ റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസിന് ഈക്വൽ ആകുന്നത്? യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയും ഉള്ള ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തിന് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന് ഈക്വൽ ആണ് റെസിസ്റ്റിവിറ്റി. ദെൻ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞേ? റെസിസ്റ്റൻസ് തന്നെയാണ്. എപ്പോഴാണ്? നമ്മളൊരു കോപ്പറിൻ്റെ ലോങ് വയർ എടുത്തു, അതിൽ നിന്നും നമ്മൾ അതിൻ്റെ ഒരു സെക്ഷൻ എടുത്തു. ആ സെക്ഷൻ്റെ ലെങ്ത് 1 ആയിരിക്കണം, ലെങ്ത് യൂണിറ്റി ആയിരിക്കണം, ക്രോസ് സെക്ഷണൽ ഏരിയയും യൂണിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയും ഉള്ള ആ ഒരു പോർഷൻ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ എടുത്താൽ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോപ്പർ എടുത്താൽ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ലെങ്തിനനുസരിച്ചോ ഏരിയയ്ക്ക് അനുസരിച്ചോ ഒന്നും തന്നെ മാറുന്നില്ല. നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് ഈ റെസിസ്റ്റിവിറ്റി മാറും. ഓക്കെ ആണോ? അപ്പോൾ ലെങ്ത് മാറിയാൽ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യത്തില്ല എന്ന് ഓർത്തിരിക്കുക. ഏരിയ മാറിയാലും റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്തില്ല. റെസിസ്റ്റിവിറ്റി ഒരു ഗിവൺ മെറ്റീരിയലിന് കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്തിന് ഡിപ്പെൻഡൻ്റ് ആണ്? ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻ്റ് ആണ്. നേച്ചർ ഓഫ് ദ മെറ്റീരിയലിന് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി റെസിസ്റ്റിവിറ്റിക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ റോ ഈസ് ഈക്വൽ ടു, ഇതിനകത്തും നമുക്ക് ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്ന് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് റോയ്ക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാമല്ലോ. റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം അല്ലേ? റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓം മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എന്താണ് യൂണിറ്റ്? ഓം മീറ്റർ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. മറക്കരുത്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഇനി ഇതുമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഒരു 2 ടേമുകൾ വരുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അപ്പോൾ ഇതുകൂടെ നമ്മളൊന്ന് അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? നമുക്കറിയാം, നമ്മളൊരു കണ്ടക്ടറിനെ ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ അവിടെ ഒരു എക്സ്റ്റേണൽ ബാറ്ററി ഒക്കെ കൊടുത്തിട്ട് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുവാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ ഈ ഒരു കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എക്സസ് ഇലക്ട്രോണുകളുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഫ്രീ ഇലക്ട്രോണുകൾ ചുമ്മാതെ ഫ്ലോ ചെയ്യത്തില്ല. അത് വെറുതെ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ അതിൽ റാൻഡം മോഷനിലാണ് ഇരിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോണുകൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ വേഗം അങ്ങ് മൂവ് ചെയ്ത് പോവുകയല്ല, അവർ ഡ്രിഫ്റ്റ് ചെയ്താണ് പോവുക. പോസിറ്റീവ് എൻഡിലേക്ക് ഇലക്ട്രോണുകൾ എങ്ങനെയാണ് പോവുക? ഡ്രിഫ്റ്റ് ചെയ്താണ് പോവുക. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മൊത്തത്തിൽ എന്താണ്? ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ടായിരിക്കും. ഈ ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു കണ്ടക്ടിങ് റോഡിനെ ഒരു എക്സ്റ്റേണൽ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോണുകൾ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇലക്ട്രോണുകൾ നെഗറ്റീവ് എൻഡിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യും. ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇങ്ങോട്ടാണ് കറണ്ട്
കറണ്ടിൻ്റെ ഡയറക്ഷന്, ബട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് അങ്ങോട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണുകൾ ഈ എൻഡിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു ആവറേജ് വെലോസിറ്റി ഉണ്ട്. ആ ആവറേജ് വെലോസിറ്റിയാണ് എന്ത് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ഗെറ്റ് ടുവേർഡ്സ് എ പോസിറ്റീവ് എൻഡ് ഓഫ് ദി കണ്ടക്ടർ, അതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ പഠിക്കുക. വി ഡി എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ടോ ബൈ എം ആണ്. വാട്ട് ഈസ് ടോ? ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുന്ന ഒരു സിമ്പലാണ് ടോ. ടോ എന്ന് പറഞ്ഞാൽ ടൈം തന്നെയാണ്, റിലാക്സേഷൻ ടൈം എന്നാണ് പറയുക. അപ്പോൾ ഇവർ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് തമ്മിൽ എന്താണ്, ഇലക്ട്രോണുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൊളൈഡ് ചെയ്യുമ്പോൾ രണ്ട് സക്സസീവ് കൊളീഷന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ടൈം ഗ്യാപ്പിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. സോ റിലാക്സേഷൻ ടൈം ഇസ് ദ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. രണ്ട് സക്സസീവ് കൊളീഷൻസിന് ഇടയ്ക്ക് വരുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് റിലാക്സേഷൻ ടൈം ടോ എന്ന് പറയുന്നത്. എം ഈസ് ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. നമുക്കറിയാം മാസ് ഓഫ് ദ ഇലക്ട്രോൺ എം ഈസ് ഇക്വൽ ടു 9.1 × 10⁻³ കിലോഗ്രാം ആണ്. ഇ ഈസ് ദ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. 1.6 × 10⁻19 കുളോം ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഫീൽഡ് ആണ്. സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. എം മാസ് ആണ്. ടോ റിലാക്സേഷൻ ടൈം ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.